ഡയറക്ടർ കുറെ അഭിനയിച്ചിട്ടുണ്ട് ഇതില്. കുറച്ചല്ല, ഒരുപാട് സീൻസ് ആണ്. ഇത് ആക്ച്വലി കംപ്ലീറ്റ്ലി വേറൊരു സിനിമയായിരുന്നു. നമ്മൾ വേറെ ഷൂട്ട് തുടങ്ങിയ ഒരു പടമായിരുന്നു. പക്ഷെ അത് പല പ്രൊഡക്ഷൻ കണ്ടീഷൻസ് ഡിലേഡ് ആയിപ്പോ ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി ഏറ്റവും അപ്ഡേറ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യം ഒന്നാണ്. അങ്ങനെയാണ് ധ്യാൻ ചേട്ടനൊരു എന്താ പറയുക, ഒരു ദൈവത്തിനെ പോലെ വന്നത് നമ്മുടെ പടത്തിൽ ജോയിൻ ചെയ്ത്. അപ്പൊ ധ്യാൻ ചേട്ടൻ വന്നുകൊണ്ടും കൂടിയാണ് എനിക്ക് ഈ സിനിമയിൽ ഇന്ന് ഇപ്പൊ കാണുന്ന ഒരു ഫോമിലേക്ക് എത്തിക്കാൻ പറ്റിയ. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കഥയിലേക്ക് എത്തിക്കാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങള്. എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും ഞാനിപ്പോഴും സത്യം പറഞ്ഞ ടെൻഷനിലാണ്. കാരണം എനിക്കറിയില്ല അത് നമ്മൾ നമ്മുടെ ഇമോഷനിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തുന്ന ആൾക്കാരുടെ അഭിപ്രായം അറിഞ്ഞോടുന്നാണ്. അതെങ്ങനെയാണ് എന്താന്ന് കൈകാലം നടക്കുന്നുണ്ട് അറിയില്ല. ഡയറക്ടറായിട്ട് മാത്രമല്ല, നമ്മളൊരു ആക്ടറായിട്ട് കൂടെ കൂടുതൽ കണ്ടു. ഇത് അത്ര കുറെ എടുത്തിട്ടുണ്ട്. ആ ഫാസ്റ്റ് നമ്പർ സോങ്ങിൽ ലിറിക്സ് ചെയ്യുന്നതാണ് അസോസിയേറ്റർ ഞാൻ ഈ പടത്തിന്റെ കുറെ പണിയെടുത്തിട്ടുണ്ട്. കാരണം അറ്റ് എൻഡ് ഓഫ് ദ ഡേ ഓഡിയൻസിന് ഒരു എന്റർടൈനർ പക്കാ കൊടുക്കണം. പിന്നെ ധ്യാൻ ചേട്ടൻ നമുക്ക് തന്ന ഹെൽപ്പിന് ആൾക്ക് ഒരു ഏറ്റവും നല്ല ക്യാരക്ടർ, ഒരാൾക്ക് ഒരു മോശം പറയാത്തൊരു ക്യാരക്ടർ, കരിയറിലെ ഏറ്റവും നല്ല ക്യാരക്ടർ ഒരു പടം കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ചത്ത് പണിയെടുത്തിട്ടുണ്ടായിരുന്നു മാക്സിമം. ഇത് ചെയ്തതാണ്. കാരണം ആക്ച്വലി ബാംഗ്ലൂർ നമ്മൾ അഖിൽ എന്ന് പറഞ്ഞൊരു പയ്യനാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഞാനും അവനും കൂടെ ബാംഗ്ലൂർ പോയി നിന്നിട്ട് ഞാൻ എഡിറ്റും കൂടി ആയതുകൊണ്ട് അവൻ കാരണം നമ്മൾ വിചാരിക്കുന്നിടത്ത് വരില്ല. തരുന്ന രീതിയിൽ ഞാൻ സ്ക്രിപ്റ്റും എഡിറ്റും ഞാൻ മാറ്റും. അപ്പൊ അവൻ തരും, ഞാൻ എഡിറ്റും സ്ക്രിപ്റ്റും പൊടിച്ച് അങ്ങനെ ഒരുപാട് റീവർക്ക് ചെയ്തിട്ടായിരുന്നു കാണുന്ന ഫോമിലേക്ക് എത്തിക്കാൻ പറ്റിയത്. കാരണം നമ്മളെപ്പോലത്തെ ചെറിയ പടത്തിന് വലിയൊരു സ്കെയിലിലേക്ക് എത്തിക്കാൻ അതൊരു ഹെൽപ്ഫുൾ ആയെന്നും കൂടെ പറയാം. വലിയ പടമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരുപാട്